IFFKയുടെ 30ാമത്തെ എഡിഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വന്നിട്ടുള്ള സിനിമകളെല്ലാം തന്നെ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കാണിക്കുകയും അവിടെ ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചലച്ചിത്രങ്ങൾ തന്നെയാണ്. കോമ്പറ്റീഷനിൽ വരുന്ന സിനിമകളിലും ഇതേപോലെ തന്നെ മറ്റ് പലയിടങ്ങളിലും കാണിച്ചിട്ടുള്ള സിനിമകളാണ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇതിനകത്തേക്ക് ഇപ്പം IFFK വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമകൾക്ക് മുഴുവൻ പെർമിഷൻ ആവശ്യമുള്ളതുണ്ട്. ആ പെർമിഷൻ സാധാരണ രീതിയിൽ അതിൻ്റെ പ്രോസസ്സ് നമ്മൾ നേരത്തെ കൊടുക്കുകയും അതിനനുസരിച്ച് അവർ ചെയ്തു തരികയും ചെയ്തത്. ഇപ്പോൾ 19 സിനിമകളിൽ ഏറ്റവും സത്യത്തിൽ വിവരമില്ലായ്മ എന്ന് തന്നെ പറയേണ്ട വാക്ക് തന്നെയാണ്. കാരണം ബാറ്റർഷിപ്പ് പൊട്ടങ്കിൻ പോലെയുള്ള ഒരു ചലച്ചിത്രം 100 വർഷത്തിന് മീതെയായിട്ട് ലോകത്തുള്ള സകല യൂണിവേഴ്സിറ്റികളിലും ഫിലിം സ്റ്റുഡൻസിൻ്റെ മുന്നിൽ പാഠപുസ്തകമാണത്. ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരിക്കുന്ന മോണ്ടേജിനെ കുറിച്ച് ഗംഭീരമായിട്ട് പഠിപ്പിക്കുന്ന ഒഡേസ പടവുകളുടെ ഇത് വെച്ചുകൊണ്ട് മൊണ്ടേജിനെ കുറിച്ച് ഏറ്റവും ഗംഭീരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ചലച്ചിത്രം കൂടിയാണ്. അത്തരം ഒരു ചലച്ചിത്രം പോലും പെർമിഷൻ ഇല്ലാതെ കളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ എന്താ അതിന് മറുപടി പറയുന്നത്? കാരണം അതായത് ഇത് ഈ ഒരു സിനിമയെക്കുറിച്ച് ബോധമുള്ള, സിനിമ എന്താണെന്ന് തിരിച്ചറിയുന്ന, ലോകത്തിൻ്റെ മുമ്പിലേക്ക് സിനിമകൾ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് അറിയുന്ന ഒരു ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പെർമിഷൻ ഇല്ലാതെ പോയതെന്ന് ഞാൻ കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മാത്രമല്ല, കാരണം ഇതൊരു ഫെസ്റ്റിവൽ വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഫെസ്റ്റിവലിനെ എല്ലാ അർത്ഥത്തിലും ടോർപിഡോ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു പ്രവണത ഉണ്ടാവുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കണം. എല്ലാം നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്ന സിനിമകളെല്ലാം തന്നെ ചിലപ്പോൾ ഈ ലോകത്തിന് മുമ്പിലേക്ക് കാണിക്കുന്നത് ഓരോ പ്രശ്നങ്ങൾ, ഇഷ്യൂസാണ് പലപ്പോഴും ദൃശ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതെല്ലാം പല സ്ഥലങ്ങളിലും കാണിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് വളരെ ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനൊരു സംഭവം കേരളത്തിൻ്റെ ഫിലിം ഫെസ്റ്റിവലിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കരുതേണ്ടത്. അത് ക്ലറിക്കലി അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിലൊക്കെ നമ്മൾ പറയേണ്ടി വരും. അവർക്ക് സിനിമയെക്കുറിച്ചുള്ള ധാരണയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു സ്വഭാവം മനസ്സിലാക്കാത്തതുകൊണ്ടോ സിനിമ എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കാം ഇതെല്ലാം കാണുന്നത് ഒരു ക്ലറിക്കൽ ജോബ് പോലെ കണ്ടുപോകുന്നതിൻ്റെ ഇഷ്യൂ ആണെന്നും കരുതുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഒട്ടും നല്ല ഒരു പ്രവണതയല്ല എന്ന് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇത്തവണ ഹൈക്കോടതി 2-3 സിനിമകൾ കാണുകയും സെൻസർ ബോർഡിനെതിരെ വിധി പറയേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് ചേട്ടാ പറയുന്നത്? ഞാൻ അഭിനയിച്ച ഒരു സിനിമയാണ് ഹാൽ എന്ന് പറയുന്ന സിനിമ. ഹാൽ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മുസ്ലിം പയ്യൻ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ പ്രണയിക്കുകയും അവരുടെ പ്രണയം ശാശ്വതമായിട്ട് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു കാര്യം. 2 മനുഷ്യന്മാർ, അവർ മതം നോക്കിയിട്ടല്ല, 2 മനുഷ്യന്മാർ തമ്മിലുള്ള പ്രണയമായിരുന്നു ആ വിഷയം. 2 മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹമായിരുന്നു. ഒന്നിച്ച 2 കുടുംബങ്ങൾ ഒന്നുചേരുന്നതിൻ്റെ ഒരു അവസ്ഥയിലാണ് ആ സിനിമ എൻഡ് ചെയ്യുന്നത് പോലും. അതൊന്നും മനസ്സിലാക്കാതെ അതിനകത്തുള്ള ചില വാക്കുകളും ചില സംഭവങ്ങളും പറഞ്ഞുകൊണ്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അത് ഈ സിനിമ പോലും കാണാതെ അവസാനം എന്താ കോടതി വിധി നമുക്ക് അനുകൂലമായിട്ട് വന്നല്ലോ. കോടതി പടം കണ്ടു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞല്ലോ ഇതിനകത്ത് ഈ പറയുന്ന ഇഷ്യൂസ് ഉണ്ട്. അപ്പം സിനിമ പോലും കാണാതെ ആളുകൾ കേട്ടറിവിൻ്റെയും അവസ്ഥ വെച്ചുകൊണ്ട് ഇതിനകത്തേക്ക് ഈ സെൻസർഷിപ്പിനകത്തിൻ്റെ ഇഷ്യൂസിലേക്ക് കയറിപ്പോകുന്ന ഒരു വല്ലാത്ത പ്രവണത ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇനിയുള്ള കാര്യം, ഇപ്പം നേരത്തെ വന്നത് ജാനകി എന്ന പേര് പറഞ്ഞപ്പോൾ പോലും നമുക്കൊരു പേരിടുന്നതിനെ പോലും ഈ ഇത്തരം ആളുകളുടെ അടുത്ത് ചോദിക്കേണ്ടി വരുന്നുള്ളത്. അപ്പം ഒരാളുടെ പേര് പോലും നമുക്ക് ഇടാൻ പറ്റില്ല. എൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ പേര് ജാനകി എന്നാണ്. അപ്പോൾ ആ പേരിട്ടിട്ട് ഇനി ഞാൻ അവളെ വിളിക്കുന്നതിനകത്ത് പോലും പ്രശ്നം ഉണ്ടായിരുന്നു. അത് ചോദിക്കാൻ സെൻസർ ബോർഡിൻ്റെ അടുത്ത് അനുവാദം വാങ്ങിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടാവുന്നുണ്ട്. അത് ഒട്ടും നമ്മളില്ല. കാരണം മനുഷ്യൻ ഇത്രയും കാലമായിട്ട് മുന്നോട്ട് വന്നിരുന്ന ഒരു പുരോഗമനപരമായിട്ട് മുന്നോട്ട് വന്നിരുന്നു ഏറ്റവും പ്രോഗ്രസീവ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് മുഴുവൻ തകർത്തുകൊണ്ട് പുറകിലേക്ക് കാലത്തെ വലിച്ചടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നത് ഒട്ടും ഗുണകരമായ ഒരു കാര്യമല്ല. അത് മനുഷ്യനെ തട്ടുകളിലേക്കാക്കി മാറ്റുന്നതിന് തുല്യമാകുന്ന ഒരു രീതിയാണ്.